പ്രേക്ഷകരെ കാത്ത ഒരുപാട് നല്ല നല്ല പാട്ടുകളും ഒത്തിരി വിശേഷങ്ങളുമാണ് വരാനിരിക്കുന്നത്. അതിനൊക്കെ മുന്നേ നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ആര്യ ചേച്ചി, ഉണ്ണി അങ്കിൾ ആൻഡ് MJ അങ്കിൾ. വെൽക്കം. മൂന്നാള് റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ട്രിപ്പിൾ റെഡി. ആര്യ ചേച്ചി, യെസ് ബേബി. ഇനി ആരാണ് വരാൻ പോകുന്നതെന്ന് അറിയാമോ? എനിക്കറിയാം. അറിയോ? യെസ്. ആരത്? അങ്ങനെ വരാൻ വഴിയില്ല. പറഞ്ഞു തരില്ല. മീനോട്ട് തന്നെ അറിയില്ല. നമ്മുടെ ജനീലിയ കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ജനീലിയ ഓൺ സ്റ്റേജ്. ഹായ്. ഒരു വണക്കം അമ്മ. വണക്കം. ഹായ് ജനീലിയ കുട്ടി. തമിഴ് പാട്ടാ? അല്ല, മലയാളം പാട്ട്. ഉണ്ണിക്കള് തോന്നിയില്ല ഒരു തമിഴ് ടച്ച്? ശരിയാണ് തമിഴ് പൊണ്ണാച്ച്. അതെ. അവിടെ എന്താണ് സേലാന്നാണോ? ചേലക്ക് സേലാന്നാണോ പറയുന്നത്? സേല ரொம்ப നല്ല സേല. ഇതൊക്കെ റൈക്ക് എടുത്ത് പറയേണ്ട വാക്കുകളാ. അത് അപ്പടി ആക്കും എന്ന് പറയാം. അപ്പൊ ഇപ്പൊ എന്താക്കി എന്നുവെച്ചാ ഏതാണ് പാട്ട്? ഓ, കുയിൽ പാട്ടിൽ ഊഞ്ഞാലാടാ. ഊഞ്ഞാലാടാൻ വന്നാണോ? വളരെ പതുക്കെയുള്ള അതെ, ഈ ഉടുപ്പൊക്കെ ഇട്ടിട്ടേ കുറച്ച് അവക്കന്നെ കുറച്ച് ഡീസന്റ് ആയതാ. ഡീസന്റ് അവിടെതാ. അതെ. അയ്യോ, ഈ പടം കാണുമ്പോ പേടിയാവും എനിക്ക്. അപരിചിതൻ കണ്ടിട്ടുണ്ടോ ഈ മൂവി? പ്രേത സിനിമയാ? കണ്ടിട്ടില്ല? ഇല്ല. അയ്യോ, മീനോട്ടി കണ്ടിട്ടില്ല? സാറ് കണ്ടിട്ടുണ്ട്. MJ സാർ കണ്ടിട്ടുണ്ടോ ഈ പടം? ഞാൻ പാതി കണ്ടു. ഷോ ബാക്കി പകുതി കാണണം കേട്ടോ. അപ്പൊ പേടിയായി. അപ്പൊ രാത്രി ആവുമ്പോ ഓരോ ആളിങ്ങനെ മരിച്ചു പോകും പല കാരണങ്ങൾ കൊണ്ട്. അത് പോയി കാണാനും പറ്റില്ല. അല്ല, എന്തായാലും പ്രേതപ്പെടല്ല, ആരെങ്കിലും മരിക്കണല്ലോ. ഇപ്പൊ പോരട്ടെ ഡീറ്റെയിൽസ്. സിനിമ അപരിചിതൻ, വർഷം 2004, മ്യൂസിക് സുരേഷ് പീറ്റർ സർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ, പാടിയത് സുജാത മാം. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുയിൽ പാട്ടിലൂഞ്ഞാലാടാൻ, കുറുമ്പിന്റെ ജാലം കാട്ടാൻ, കുളിർമഞ്ഞ് കൂടാരത്ത്
പാട്ടിൽ MJ സാറിന്റെ ഫേവറേറ്റ് റിതം പാറ്റേൺ വരും. ജും ജും ചക്ക ചക്ക മറ്റേ സാധനം ആദ്യം കോറസിലുണ്ട് ചക്ക. ഉണ്ട് അതാ പറയാ ജും ജും ചക്ക. റെഗേ സ്റ്റൈലല്ലേ, ചിന്ന ചിന്ന ആസയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതില് അങ്ങനെ ഒരു രീതിയാണ്. അതെ അതെ അതെ. അത് തും 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 അങ്ങനെ ശശിച്ചേട്ടൻ അങ്ങനെ വായിക്കും. അപ്പോൾ ഈ പാട്ടിന്റെ സെലക്ഷൻ ഗംഭീരം താ. താങ്ക് യു. ആ ചേല പോലെ തന്നെ അത്രയും മനോഹരമായ ഒരു പാട്ടാണിത്. എപ്പോഴും ഇത് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര വൈബ്രൻസ് ആണ്, ഒരു പോസിറ്റിവിറ്റിയാണ്, ഒരു ആഘോഷമാണ്. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ സുജി ചേച്ചിയാണ് പാടിയിരിക്കുന്നത് അല്ലേ. സുജി ചേച്ചി ഒരു ഗ്രേറ്റ് 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 ആർട്ടിസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുജി ചേച്ചി. സുജി ചേച്ചി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്കൂട്ടാ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ മിസ്റ്റേക്സ് ഒക്കെ വരില്ലേ, ഉടനെ സുജി ചേച്ചി what is this Suju? No Suju don't do this, come on ആ കുട്ടാ ഇനി റെഡിയാണേ. അങ്ങനെ അപ്പോൾ അങ്ങനെ പലപ്പോഴും ഇങ്ങനെ സുജി ചേച്ചി സ്വയം വിമർശനാണ്, എന്നിട്ട് സ്വന്തമായിട്ട് സംസാരിക്കും, സുജി ചേച്ചി അടുത്ത് തന്നെ സംസാരിക്കും. ബട്ട് ഐ തോട്ട് അതൊരു നല്ലൊരു മെത്തേഡാണ് നമ്മളെ തന്നെ ഒന്ന് ഇൻസ്പയർ ചെയ്യാനായിട്ട്. അതുകൊണ്ടായിരിക്കും സുജി ചേച്ചി അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സുജി ചേച്ചിയുടെ പാട്ടായതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ പാട്ടിനോട്. നമ്മൾ ഇങ്ങനെയുള്ള ബീറ്റിൽ വരുമ്പോഴത്തേക്കും റെസ്റ്റ് എന്ന് പറയുന്നത് മ്യൂസിക്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്റ്റേ ഇല്ലാത്ത മ്യൂസിക് ആണെങ്കിൽ അതെന്തെങ്കിലും ഫീലുണ്ടോ? മൊത്തം റെസ്റ്റ് ആണെങ്കിൽ എന്തെങ്കിലും ഫീലുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ റെസ്റ്റ് വന്നിട്ട് നമ്മൾ തുടങ്ങുമ്പോഴുണ്ടാവുന്ന ഒരു ബ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇതിൽ എത്രയാണ് റെസ്റ്റ്? 1 2 അല്ലേ? 1 2 3 4 5 6 7 8 9 10 tatam tatam ta 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 1 2 ti 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 1 2 ta 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 ti ti. ആ 1 2 എന്നുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത് നമുക്ക് കൃത്യമായിരിക്കണം. ഒന്നുകൂടെ 1 2 പറയാമോ? 1 2 3 4 1 2 ta 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 1 2 ti 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 1 2. അപ്പോൾ ഒന്ന് പുഷ് ചെയ്യാം. എവിടെ? കുയിലിനെ ഒന്ന് പുഷ് ചെയ്യുക, പിന്നെ കുറുമ്പിനെ ഒന്ന് പുഷ് ചെയ്യുക, പിന്നെ കുളിർമഞ്ഞിനെ ഒന്ന് പുഷ് ചെയ്യുക, കുരുക്കുത്തിയെ ഒന്ന് മുഷിയല്ല പുഷ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അനുപല്ലവിയിലുള്ള എല്ലാത്തിൻ്റെയും ആദ്യത്തെ ആ ഒരു വാക്കുണ്ടല്ലോ, അതിനൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെസ്റ്റിനെ നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കാം. ഓക്കെ, 1 and 2 and 3 and 4. കുയിൽ പാട്ടിലൂഞ്ഞാലാടാൻ കുറുമ്പിന്റെ ജാലം കാട്ടാൻ കുളിൽ മഞ്ഞു കൂടാരത്തിൽ കുരുക്കുത്തി മഞ്ഞേ വാവാ. അത് കുറച്ചും കൂടെ വരണം കേട്ടോ. അതാണ് ഡൈനാമിക്സ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അത് ഈ പാട്ടിന് മൊത്തമായിട്ട് അത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അത്യാവശ്യ ഘടകമാണ്. വളരെ അവിഭാജ്യ ഘടകം. വളരെ അവിഭാജ്യമായിട്ടുള്ള വളരെ അവിഭാജ്യമായ ഘടകമാണ്. ഓക്കെ. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് പറന്നൊന്ന് പാറവെന്ന് പാടില്ലേ, അത് സൂപ്പറായിരുന്നു. പിന്നെ നിലാമുത്ത് ചാർത്തി എന്ന അവസാനം വന്നില്ലേ, ആ നോട്ട്സ് ഏതാണ്? അത് പമരി സരി മപ എന്ന് പറയാം. അത് കുറച്ചും കൂടെ നല്ല ഇമ്പാക്റ്റ് പാടിയിട്ട് പിന്നെ സോഫ്റ്റ് ആക്കുമ്പോഴാണ് നിലാമുത്ത് ചാർത്തി നന്നാവുന്നത്. അപ്പൊ അത് നന്നായിട്ടൊന്ന് ചാർത്തി കൊടുത്തേ. കണിത്തുമ്പികൾ ചിറകിലെ മറുകിൽ നിലാമുത്ത് ചാർത്തി. അങ്ങനെ വന്നാലാണ് അത് നല്ലത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാം. ഡൈനാമിക്സ് നമ്മൾ ശ്രദ്ധിക്കണം. ഡൈനാമിക്സ് ഇല്ലെങ്കിൽ പാട്ടില്ല, പാട്ടില്ലെങ്കിൽ ഡൈനാമിക്സും ഇല്ല. അതാണ് രണ്ടും പരസ്പര പൂരക എന്ത് ഘടകം? അവിഭാജ്യ ഘടകം. അതെ, അതിന്റെ ഇംഗ്ലീഷ്. യെസ് ജിനലി കുട്ടി, എന്തോ നല്ല പ്ലസന്റ് റെൻഡിഷൻ ആയിരുന്നു. സുരേഷ് പീറ്റേഴ്സിന്റെ എല്ലാ പാട്ടും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര എനർജി ആയിരിക്കും എല്ലാ പാട്ടിലും. വളരെ പ്ലസന്റ് ആണ്. ആൻഡ് സുജു നമുക്ക് എടുത്ത് പറയണം, ഓരോ പാട്ടിലും കൊടുക്കുന്ന ഡൈനാമിക്സ് ഭയങ്കര ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതൊരു എന്താ പറയാ, ലോട്ട്സ് ഓഫ് നോട്ടിനെസ് ഇൻ ഹെർ വോയിസ്. ഉണ്ണിയങ്കളും സുജാന്റിയും ഒത്തിരി തമിഴ് സോങ്സ് ഒക്കെ ഒരുപാട് തമിഴും മലയാളം ഒക്കെ പാടിയിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച്. ഞങ്ങള് ചെറുപ്പം മുതൽ തന്നെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ആൻഡ് സുജുവിന്റെ ഒരു വോയിസ് ടെക്സ്ചർ ആയാലും ശരി, ഒരു നോട്ടിനെസ് കൊണ്ടുവരും വോയിസിൽ. അതെല്ലാ സിംഗേഴ്സിനും പറ്റില്ല. അത് റെക്കോർഡിങ്ങിൽ പ്രത്യേകിച്ചും. നമുക്ക് സ്റ്റേജിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ റെക്കോർഡിങ്ങിൽ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി പാടും വേണം, അതേ സമയത്ത് ആ നോട്ടിനെസ് കൊണ്ടുവരണം. അപ്പോൾ പല സോങ്ങിലും നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സുജുവിന്റെ ഒരു വളരെ പ്ലസന്റ് ആയിട്ടുള്ള നോട്ടി ആയിട്ടുള്ള ഒരു ശബ്ദം കാണാം. ഡൈനാമിക്സ് ആസ് വെൽ. അപ്പം മോളും ആ പ്ലസന്റ്നെസ് കൊണ്ടുവന്നുണ്ട്.
താങ്ക് യു പക്ഷെ കുറേം കൂടി ഡൈനാമിക്സ് സുജുവിന്റെ മേരി കൊണ്ടുവന്നാൽ ഇതിനെ ഒന്നുകൂടി ബെറ്റർ ആക്കാം എന്ന് എനിക്ക് തോന്നി. ഓക്കെ, ബാക്കിംഗ് വോക്കൽസിനെ പറയണം. നല്ല രസമായിരുന്നു അത്. പാർവണ, ഗൗതമി ആൻഡ് ഋതുവേണ, ബെസ്റ്റ് വിഷസ് ടു ദം ഓൾസോ. ആ ഒരു ഗ്രൂവ് തന്നെ നല്ല സുഖമായി. ഈ ഗ്രൂവിൽ കിട്ടിക്കഴിഞ്ഞാൽ പാട്ട് ശരിക്കും നല്ല എൻജോയ് ചെയ്ത് പാടാൻ പറ്റും അല്ലേ? അങ്ങനെ ഡാൻസ് ചെയ്ത് പാടാൻ തോന്നിയില്ലേ? പക്ഷെ വളരെ സീരിയസ് ആയിട്ട് പാടിയത്. ഇന്ന് കുറച്ചൊരു ഗ്രേസ്ഫുൾ മൂവ്മെന്റ്സ് ഒക്കെ കൊടുത്ത് പാടാമായിരുന്നു. അത് പാട്ട് തെറ്റണ്ടാച്ചിട്ടായിരിക്കും അല്ലേ? ഞാൻ വിചാരിച്ചു ഈ ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോ ഒന്ന് മൂവ്മെന്റ്സ് ഒക്കെ കൊടുക്കുമെന്ന് വിചാരിച്ചു. അതിനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. നേരത്തെ പറഞ്ഞു 1 2 മാത്രമേ ഗ്യാപ്പ് ഉള്ളൂ. ഒരു ഒറ്റ പല്ലവി പാടാമോ? അങ്ങനെ കുറച്ച് പ്ലസന്റ് ആയിട്ട് ഒന്ന് മൂവ് ചെയ്തിട്ട്. കുയിൽ പാട്ടിലൂഞ്ഞാലാടാൻ കുറുമ്പിന്റെ ജാലം കാട്ടാൻ കുളിർമഞ്ഞ് കൂടാരത്തിൽ കുരുക്കുത്തി മൈനേ വാവാ. കുയിൽ പാട്ടിലൂഞ്ഞാലാടാൻ കുറുമ്പിന്റെ ജാലം കാട്ടാൻ കുളിർമഞ്ഞ് കൂടാരത്തിൽ കുരുക്കുത്തി മൈനേ വാവാ. മഴപ്രാവ് ചേക്കേറുന്നു മനസ്സിന്റെ മച്ചിന്മേലെ കുണുങ്ങുന്ന മാൻകൂട്ടങ്ങൾ കിനാവിന്റെ കുന്നിന്മേലെ ചെറുചേലുകായൽ കോണിൽ കാണാൻ മേലെ നീവാ. കുളിപ്പാട്ടിലൂഞ്ഞാലാടാൻ കുറുമ്പിന്റെ ജാലം കാട്ടാൻ കുളിർമഞ്ഞ് കൂടാരത്തിൽ കുരുക്കുത്തി മൈനേ വാവാ. Sounds much better. Yes. Let go. Best of wishes. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു നമ്മുടെ ജെന്നിക്കുട്ടി ഭയങ്കര പാവമാണ് കേട്ടോ. പക്ഷെ പാട്ടിൽ ചിലപ്പോൾ ഭയങ്കര പാവമായി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷെ വില്ലയിലെ ഏറ്റവും വലിയ വികൃതിയും ഇദ്ദേഹമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭയങ്കര വികൃതിയാണ്, ഒരു രക്ഷയില്ലെന്നാണ് കേട്ടത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഭയങ്കര പാവന്നാ. വീട്ടിൽ പാവാണോ? അച്ഛനോട് ചോദിക്കട്ടെ. പാവൊന്നുമല്ല, പാവത്തുമില്ല, അത്യാവശ്യം കുസൃതിയൊക്കെ ഉണ്ട്. അത്യാവശ്യം അല്ല, നല്ല രീതിയിൽ കുസൃതിയൊക്കെ ഉണ്ട്. നല്ല രീതിയിലുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ തിരിച്ചെടുത്തോട്ടോ. യെസ്, ജനീലെ കുട്ടി, എന്ത്? എനിക്കൊന്ന് ഈ പാട്ട് കുറെ ദിവസമായി പാട്ട് കിട്ടിയിട്ട്. എന്നെ നോക്കട്ടെ. 1 2 3 4 5 ദിവസം. ഓക്കെ ശരി. എനിക്ക് തോന്നുന്നു ഇത് പഠിച്ച് പച്ചവെള്ളം പോലെ ആക്കിയിട്ട് പിന്നെയും പിന്നെ ഒരു 100 പ്രാവശ്യം പാടിക്കഴിഞ്ഞ് പിന്നെയും ഒരു 500 പ്രാവശ്യം പാടിക്കഴിഞ്ഞാലേ ആ ഒരു ഫ്ലോ സെറ്റ് ആവുള്ളൂ എന്ന് തോന്നുന്നു. കാരണം കേൾക്കുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നുമെങ്കിലും ഈ പറഞ്ഞ പോലെ ശ്വാസം കഴിക്കാനുള്ള ഗ്യാപ്പൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി ആ പല്ലവിയുടെ ഒക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര പണിയാണ് പാടാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു സീരിയസ്നെസ് ആയിരുന്നു ജനീലെ കുട്ടിയുടെ മുഖത്ത് മൊത്തത്തിൽ ഇന്ന് കണ്ടത് എന്നാണ് എനിക്ക് തോന്നിയത്. ആ പാട്ട് അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എപ്പോഴും ഇങ്ങനെ എന്താ കറക്റ്റ് ആ ഒരു ഗ്രൂവിൽ വീഴാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുമായിരുന്നു എന്ന് തോന്നി. ഓക്കെ, എനിവേ നല്ല പ്രോഗ്രസ് ഉണ്ട് ജനീലെ കുട്ടി. എനിക്ക് ആ ചരണമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ പറയാൻ തോന്നിയത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ, വാക്കുകൾ പറയുമ്പോൾ ഉള്ള ക്ലാരിറ്റി ഫോർ എൻറ്റയർ സോങ്. ഇപ്പം കണ്ണടച്ചിട്ട് കേൾക്കുവാണെങ്കിൽ ചില വാക്കുകൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കിടിലനായിരിക്കും. ദാറ്റ്സ് ഓൾ ബേബി, ദാറ്റ്സ് ഓൾ. ഞാൻ വേറൊരു രസം പറയാം മീനൂട്ടാ. ഞാൻ ഏതൊരു മ്യൂസിക് അവാർഡ്സിനാണ് ആദ്യമായിട്ട് സുജാത ചേച്ചീനെ കാണുന്നത്. അപ്പം ഇങ്ങനെ നിരക്ക് ചെയർ ഇട്ടിട്ടുണ്ടാവും, 1 2 3 4 കുറേ ഒരു 10-12 ചെയർ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. ഇന്ന് സീറ്റായിട്ട് ഇങ്ങനെ അലോക്കേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു സുജാത ചേച്ചി ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. ഞാൻ ചേച്ചിയുടെ ഇപ്പുറത്തെ ചെയറിൽ വന്നിരുന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സുജാത ചേച്ചി വന്നിട്ട് എൻ്റെ തൊട്ടിപ്പുറത്തിരുന്നു. അത് കണ്ടപ്പോഴ് സുജാത ചേച്ചി അവിടുന്ന് മാറിയിട്ട് ഇപ്പുറത്തിരുന്നു. അപ്പൊ ഞാൻ രണ്ടുപേരും നടുക്ക് മറ്റേ ജഗതിയുടെ പടമില്ലേ ഇങ്ങനെ, ഞാനാണെങ്കിൽ എല്ലാരും ആദ്യമായിട്ട് കാണുവാണേ. ഇവർ രണ്ടാളും, ഞാൻ നടുക്കുള്ളത് അവർക്കൊരു പ്രശ്നമല്ല. അവർ രണ്ടാളും ഇങ്ങനെ വർത്താനം പറയാം. ഞാൻ ഇങ്ങനെ കുനിയണോ ഇങ്ങനെ ഇരിക്കണോ എന്നറിയാതെ ഇരിക്കുമ്പോ കുറേ വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് എന്നെ കാണുന്നത്. ആ മോളെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് രണ്ടുപേരെയും പരിചയപ്പെടുന്നത്. ഭയങ്കര രസം. എനിക്ക് സുജാത ചേച്ചി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാകാൻ വരിക. ഭയങ്കര രസമായിരുന്നു. മാർക്കിന് മുമ്പുണ്ടല്ലോ ഒരു കാര്യമുണ്ട്. ഞാൻ നമ്മുടെ കണ്ടസ്റ്റൻസിലുള്ള 2 ആൾക്കാർ ഇമിറ്റേറ്റ് ആരെന്ന് പറയില്ല, അത് കണ്ടുപിടിക്കണം. ഞാൻ ഇപ്പൊ ചെയ്യും. ആരെന്ന് പറയണം. ഓക്കെ, അവരുടെ നടപ്പാ. ഓക്കെ, ഇത് ആരെന്ന് പറയണേ. ഇങ്ങനെ വരേണ്ടത് നമുക്കറിയാം. പക്ഷെ എന്നാലും കുട്ടൂസിന് മനസ്സിലാവാതെ പോയല്ലോ. ഞാൻ മനസ്സിലായി, പക്ഷെ പെട്ടെന്നൊന്ന് റീകളക്ട് ചെയ്യാൻ സമയം എടുത്തു. ഓർക്കുമ്പോ ശരിയല്ലേ? ഓർക്കുമ്പോ കറക്റ്റ്. ഇനി അറിയാ, ഇത് ഞങ്ങളുടെ വില്ലയിലൊക്കെ ആ പേഴ്സൺ ഇങ്ങനെ നടക്കുന്നത്. ഇവിടെ സ്റ്റേജിങ് അറിയില്ല, ബട്ട് ട്രൈ ചെയ്തു. ശരി,
ഇതാരാ ഇങ്ങനെ വരാൻ? അല്ലല്ല, സാരം കാണോ? അല്ല, ദക്ഷോ? ശരിയാ. എന്തൊക്കെയാ? ഗുഡ് ഗുഡ്. കൊള്ളാട്ടോ, അത് കാരിക്കേച്ചർ വെരി ഗുഡ്. അപ്പൊ കുസൃതി ഉണ്ട് അല്ലേ? നല്ലോണം. ലേശം അല്ലേ? ഇതൊക്കെ ഒബ്സർവേഷൻ സ്കിൽസ് ആണ്. സൂപ്പറാണ്, സൂപ്പറാണ്. ഇടുക്കി. അപ്പൊ ജനീലെ കുട്ടി, എന്തോ we are giving you 97 out of 100. താങ്ക് യു സർ. ഓക്കെ ജനീലിയ കുട്ട, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, അടുത്ത പ്രാവശ്യം നമ്മൾ കിടിലും മാർക്കുകളൊക്കെ മേടിക്കണം. നന്നായി പാട്ട് പഠിക്കുക, ഇങ്ങനെ കുറെ പേരെ കണ്ടുപിടിച്ചോണ്ട് വരാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബൈ. ബൈ. ഉണ്ണിയങ്കൾ, ഓ, ഇനി വരാൻ പോകുന്നത് ഉണ്ണിയങ്കളിന് പറ്റിയ ഒരാളാണ്. ഒരു ഉണ്ണി, വേറൊരു ഉണ്ണിയാണ് വരാൻ പോകുന്നത്. ഒരു കുഞ്ഞാളെത്താൻ പോവാണ്. ലിറ്റിൽ ഏഞ്ചൽ ആണ് വരുന്നത്. നമ്മുടെ ആദികേഷ് കുട്ടനാണ്. വിളിക്കാം. ദികേഷ് Yes. കുട്ടൻ. Okay, let's Welcome. welcome ആദികേഷ് on stage. ഹലോ സർ, ഹലോ, ഹൗ ആർ യു? ഐ ആം ഫൈൻ. I am fine. ഇതെന്താ ഈ കഴുത്തി തൂക്കിയിട്ടേക്കുന്നേ? ഒരു പി ഇതെന്താ സംഭവം? അത് വായിന്നെടുത്തിട്ട് പറ. കണ്ണാടി. ആ, കണ്ണാടി അച്ഛനെ ഇടിച്ച് പിഴിയെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? ചേട്ടാ സേഫ് അല്ലേ? അതെ അതെ. തിരിച്ചു കിട്ടി. ഇടിച്ചാ? അച്ഛൻ തിരിച്ചടിച്ചാ? അച്ഛൻ ചിലപ്പോ അടിക്കും. അച്ഛന് സർപ്രൈസ് ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ? ആണോ? ആണോ? അച്ഛൻ അസലായിട്ട് പാടൂലേ? പാടും, പക്ഷേ ആ, മോന്റെ അത്രയും പാടില്ല. ആദിക്കുട്ടിന്റെ അത്ര പാടില്ലേ? ഇല്ല. ഇല്ല, അച്ഛൻ പോരാന്ന് കേട്ടോ. അത്ര പോരാന്ന്. അച്ഛൻ എത്ര മാർക്ക് കൊടുക്കും? 100. ആ, 100 ആണെങ്കിൽ അത് പെർഫെക്റ്റ് അല്ലേ? അച്ഛൻ അത്ര നന്നായിട്ട് പാടൂല എന്ന് പറഞ്ഞിട്ട് സ്നേഹമുണ്ട് കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും. ഒരു സംഭവം തരട്ടെ. ആ, മാജിക് ആണേ. റെഡിയാണോ? ചരവച്ചിട്ട് പോയത് അറിഞ്ഞില്ല. കഷ്ടം. കണ്ട മാജിക് കണ്ട, ഓടിച്ചല്ലേ ഇപ്പൊ തിരിച്ചു പോവും. വേണോ? വേണ്ട. ആ, വാ. മിക്കി മൗസ് ഒക്കെ ഉണ്ടല്ലോ. ആ, കൊള്ളാം കേട്ടോ. എന്തുകൊണ്ടാ ചേച്ചി വരാത്ത ഷൂട്ട് കാണാൻ? ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ല. ചേച്ചിക്ക് ഇഷ്ടമല്ലേ? ബേസിക്കലി ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ല. എന്താ കാര്യം? ഞാൻ അവളെ അടിക്കുമ്പോ അവൾ എന്നെ തിരിച്ചു ചേച്ചി അടിക്കൂ? ആ, അതെങ്ങനെ അടിക്കുന്നത്? ഒരു ശരാശരി അനിയൻ. വല്ലതും സാധനങ്ങൾ എടുത്ത് അവൾ എന്നെ അടിക്കും. ആ, അപ്പൊ തിരിച്ചു അടിക്കൂ? ആ, ആ, ചേച്ചി പാവല്ലേ? അല്ല. ചേച്ചിക്ക് ഇതിന് പാതി കൊടുക്കുവോ? ആ, ആ, അപ്പൊ ചേച്ചി ഇഷ്ടം തന്നെയാണ് കേട്ടോ. അതൊക്കെ കൊടുക്കാം. ചേച്ചി ഓഡിഷൻ വന്നില്ല ഇവിടെ? നന്നാ. ചേച്ചി എന്റെ ഓഡീഷൻ കാണുമ്പോ ചേച്ചി കരയും. എന്താ? അതെന്തോ? അവൾക്ക് സെലക്ഷൻ കിട്ടിയില്ല. അതുകൊണ്ടാണ് ചേച്ചി വരാത്ത അല്ലേ? ഓ, അസൂയാണോ? അസൂയ ഇല്ല, അങ്ങനെ ഇല്ല, ഇല്ല അങ്ങനെ ഇല്ല. ചേച്ചി പാവല്ലേ? ആ, ഇന്ന് ഏതാണ് പാട്ട്? ഒന്നാം തരം ബലൂൺ തരാൻ വരുന്നല്ല പി അതാ, അതാണ് അതുകൊണ്ടാണ് പി പി ആയിട്ട് ഇത് വന്നത് വന്നത്. അല്ലേ? നല്ല ശബ്ദമാണോ? ഓ, നല്ല സൂപ്പർ ശബ്ദം. ആ, പല്ല് വരുന്നുണ്ടോ തിരിച്ച്? ആ, വരുന്നുണ്ട്. നോക്കട്ടെ. ആ, പല്ല് വരുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെ ഇവിടെ മുറിഞ്ഞേ? ബെഡിന് താഴെ വീഴുന്നു. എപ്പോ? എത്ര വയസ്സില്? ഓണ് 3 വയസ്സ്. 3 വയസ്സില് ആണോ ചേച്ചി? പാവം. ശരിക്കും ഉള്ളതാണോ? 1 വയസ്സിൽ. 1 വയസ്സില്. ആ. ഒരു വയസ്സ്. ആ, അപ്പൊ ഇന്ന് നമുക്ക് പാടുന്ന പാട്ട് കലക്കി പാടണേ. ഗംഭീരായി പാടുവാ. അറിയോ? ഡീറ്റെയിൽസ് അറിയോ? ഡീറ്റെയിൽസ് ഇവിടെ തന്നെ പറയാം. പറഞ്ഞോ പറഞ്ഞോ. സിനിമ സ്നേഹദീപം. ഓക്കെ, റിലിക്സ് റിലിക്സ്. പി. ഭാസ്കരൻ. ഓക്കെ, ട്യൂൺ ഉം. MB ശ്രീനിവാസൻ. ഓക്കെ. പാടിയത് ലത ലത രാജു. ലതാ രാജു. ആ, അപ്പൊ ഓൾ ദി ബെസ്റ്റ് ആദിക്കുട്ട. പാടാല്ലേ? താങ്ക് യു. നല്ലോണം പാടണേ. ആ, ആ, ടാറ്റാ. ടാറ്റാ. ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പിപി തരാം. ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പിപി തരാം.
കഴിഞ്ഞോ? ഇത്രേ ഉള്ളോ? മതിയായില്ല സൂപ്പർ കേട്ടിട്ട്. ഒന്നാം തരാം ബലൂൺ തരാം ഒരു നല്ല പിപി തരാം ഓതി 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 വന്നോരു മുത്തം തന്നാട്ടെ ചക്കര മുത്തം തന്നാട്ടെ. അതേതൊരു കുഞ്ഞാവ് അവിടെ ആദ്യകൂട്ടം പാടി കഴിഞ്ഞിട്ട് വേറൊരു കുഞ്ഞാവ് പാടിയല്ലോ, അതാരാ? ആര്യ. ഇനിയിപ്പോ പേരൊക്കെ വിളിക്കുന്നത് ചെറുതാണെന്നവനാണ്. ആര്യ, നമ്മൾ ഒരേ പ്രായമായതുകൊണ്ട് ജഗതിയങ്ങൾ പറയില്ലേ പിഞ്ചു കുഞ്ഞാണെന്നേ. സ്വഭാവം ഏകദേശം യെസ്, ഇവിടെ ഇങ്ങനെ ഞാൻ ഇരുന്നതേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഒരേ പ്രായക്കാരാ അല്ലേ ആദ്യകൂട്ടാ? ആദ്യക്കുട്ടൻസ് പാടുമ്പോഴേ ഓതി ഓതി വരും, പാത്ത് പാതി വരും, പിന്നെ ചോത് വെച്ച് വരും, പിന്നെ ആടി ആടി എന്നുള്ളത് ആദി ആദി അത് ആദി തന്നെ. പക്ഷെ ഭയങ്കര രസം. ആ മേളിലുള്ള ആ നോട്ട് ടച്ച് ചെയ്യുന്നുണ്ടോ? അതാണ് മ്യൂസിക്കാലിറ്റി. ടൈമിംഗ് സെൻസ് സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. അതാണ് ആദി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ, ആ ടൈമിങ്ങിൽ ആ പി തരാന്ന് പറഞ്ഞിട്ട് അതിനുള്ള സമയം കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. ഇത് പാടും ആര്യ ആദ്യത്തെ ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല പിപി തരാം. പിന്നെ എങ്ങനെയാണ് ഓതി ഓതി? അതെങ്ങനെ? ഓതി ഓതി വാ, ഓതി 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 വന്നൊരു മുത്തം തന്നാട്ടെ ചക്കര മുത്തം തന്നാട്ടെ. അതെ തരട്ടെ. ചക്രമാ ചക്രമാ. താങ്ക് യുടാ. എല്ലാവർക്കും സ്റ്റൈലിഷ് സിംഗർ അവൻ. അപ്പൊ ഭയങ്കര സ്റ്റൈലിഷാ. മിട്ടുമിട്ടിക്കനാ. എന്താ പാല് അരപ്പാത്രമായി പോയത്? ഫുൾ പാത്രം തരാത്ത അതങ്ങനെയാ പാത്തൊരു പാതിയിരിക്കുന്നേ. പാത്തില് അങ്ങനെ പാടിയിട്ടില്ല. പാട്ടിൽ അങ്ങനെ പാതി ഒന്ന് അങ്ങനെ എടാ പാടുവോ? ടാ പറയാൻ കിട്ടുമോ നിനക്ക്? മുട്ടായി. മുട്ടായി. വരുന്നുണ്ടല്ലോ. എടാ. പാട്ട്, പാട്ട്, കേട്ട്, കേട്ട്, കൂട്ട്, കൂട്ട്, മുട്ട്, മുട്ട, മുട്ടാന്നായി. മുട്ട എന്ന് പറഞ്ഞത് മുട്ടാതായി പോയി. ആദ്യക്കുട്ട എന്ത് രസത്തിലാ പാടിയേ. എനിക്ക് പാട്ട് കഴിയാനാവുമ്പോ അയ്യോ ഇത്ര പെട്ടെന്ന് തീർന്നോന്ന് തോന്നിപ്പോയി. ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ലൊരു കഥ പറഞ്ഞു തരുന്ന പോലത്തെ ഒരു പാട്ട്. മിടുക്കനാണേ, ഇതിന്റെ മ്യൂസിക് അറിയോ മോനെ? ഇതിന്റെ കമ്പോസ് ചെയ്താരാന്നറിയില്ലേ? ഇതാ ഈ ഇരിക്കുന്ന MJ അങ്കിളില്ലേ, ഈ MJ അങ്കിളിന്റെ ഗുരുവാ. ഗുരു ടീച്ചർ ടീച്ചർ സർ. ഓക്കെ. MB ശ്രീനിവാസൻ സാർ എന്ന് പറഞ്ഞില്ലേ, അതാണ്. പിന്നെ മിനുകുട്ട ഇത് പാടിയിരിക്കുന്നത് ലത രാജു, ലത ചേച്ചിയാണ്. ചേച്ചി ഇടയ്ക്ക് എന്നെ സംസാരിക്കാറുണ്ട്. ചേച്ചി ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ, വളരെ ബ്യൂട്ടിഫുൾ സോങ്സ് ചെമ്മീനിലൊക്കെ പാടിയിട്ടില്ലേ? അതെ പാടിയിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. ചേട്ടൻ നന്നായിട്ട് അറിയാമായിരിക്കും. JM രാജു എന്ന് പറഞ്ഞ സിംഗറുടെ വൈഫാണ്. അമ്മയല്ലേ പുതിയ ഐഫോൺ മേടിച്ചു. ഓ കൺഗ്രാറ്റ്സ് അമ്മേ. ചേച്ചി ഇവൻ ഇനി എന്താ പറയാ? 70 ഐഫോൺ 70. ആദ്യക്കുട്ടനെ അതില് ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയോ? അമ്മ അത് തൊടാനേ സമ്മതിക്കൂല. അയ്യോ തരുന്നില്ലേ? അമ്മ കൈ മുറുക്കി. തൊട്ട കൈ വെട്ടുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം. അത് ചെയ്യില്ല. അല്ല ആദ്യക്കുട്ട പുതിയ ഫോണൊക്കെ കിട്ടി അതില് വീഡിയോ ഒക്കെ എടുത്ത് നോക്കണ്ടേ പാട്ട് കൊള്ളാവോന്നൊക്കെ? ഐഫോൺ 70 ആയതുകൊണ്ട് സേഫ്റ്റി കൂടുതലാണ്. ഐഫോൺ 70-ന്. ആകാശങ്ങളില്ലേ നവനീതിനും എനിക്കും ചിക്കനും പൊറോട്ടയും മേടിച്ചതാന്ന് പറഞ്ഞു. എല്ലാരും പറയുന്നുണ്ടല്ലോ ആരെ കണ്ടാലും പൊറോട്ട വാങ്ങിച്ചരാം, പൊറോട്ട വെച്ചരാം. ചേട്ടാ എത്ര കുട്ടികളായി അത് പൊറോട്ടയും ചിക്കനും. ആദ്യം എന്തൊക്കെയാണ് വേണ്ടത്? പൊറോട്ടയും ചിക്കനും അല്ലേ? വാങ്ങിച്ചരാം കേട്ടോ. രാകേഷ് അങ്കിൾ വാങ്ങിച്ചില്ലെങ്കിൽ ഈ അങ്കിള് വാങ്ങിച്ചരാം. ഓക്കെ. അമ്മ എന്നെയല്ലേ എവരെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞ അമ്മ എന്നെ പറ്റിക്കും. എവിടെ കൊണ്ടുപോയില്ല? എന്താ അമ്മ ഇങ്ങനെ? ചേച്ചി ചെയ്യരുത്, ചെയ്യരുത് കേട്ടോ. കൊച്ചിനെ എല്ലാരും പറ്റിക്കുക. അച്ഛനും കണ്ടുപോല. അമ്മേനകത്ത് പെർമിഷൻ ചോദിക്കാതെ ആരും ഈ വീട്ടിൽ എന്നെ പോലും അതെല്ലാ അച്ഛന്മാരും അങ്ങനെ പറയാ. ചുമ്മാ അമ്മയോട് പോയി ചോദിക്കുന്നത്. എല്ലാരും പറ്റിച്ചു. രാജേട്ടൻ പറ്റിച്ചു, അച്ഛൻ പറ്റിച്ചു, അമ്മ പറ്റിച്ചു അല്ലേ? എവിടെയാ പോണ്ടേ കുഞ്ഞിനെ? എവിടെ ഏത് സ്ഥലത്താ പോണ്ടേ? കണ്ണൂര് വേണം. കണ്ണൂർ. അത് ഈ ആര്യ ചേച്ചിയുടെ കൂടെ പൊക്കോന്നാ. Come on, let's go home. പോകുന്നുണ്ടോ? കണ്ണൂര് അവിടെ എന്താ ഉള്ളത്? കണ്ണൂർ എന്താ കണ്ണൂര് പോകാൻ ഇത്ര ഇഷ്ടം എന്താ? അവിടെ എല്ലാരും
കളിക്കാനുണ്ടായിരിക്കും. ആരെങ്കിലും ആരെങ്കിലും ഉണ്ടായിരിക്കും. കളിക്കാനുണ്ടോ? അതെ, എന്റെ കൊച്ചു കൂട്ടുകാരൊക്കെ ഉണ്ട് അവിടെ. കൂട്ടുകാരുണ്ടോ? കൂട്ടുകാരുടെ പേരെന്താ? പേരൊന്നും അറിയില്ല. അവരെ പോയി കമ്പനി ആയിട്ടല്ലേ എനിക്ക് കൂട്ടുകാരെ പറയാൻ പറ്റൂ. അങ്ങനെയാണ്. കമ്പനി ആവണം, പിന്നെ കൂട്ടുകാരെ കണ്ടുപിടിക്കണം, എന്നിട്ടല്ലേ പറയാൻ പറ്റൂ. അല്ലേ? What is this? അതെ. എനിക്കൊരു കാര്യം പറയാൻ പറ്റും. ആ. ഒരട്ടങ്ങനെ ഒരു മധുരമഴ. ടാറ്റാ. Good night, bye. എം ജെ അങ്കിൾ, യെസ്. ഇനി നിങ്ങൾക്ക് 3 പേർക്കും എവിടെ നിന്നുള്ള ഒരാളെ കാണണം കേരളത്തിന് പുറമേ? ഗോവ. അതെ, ഗോവയിൽ നിന്നും ഒരാൾ എത്തുന്നുണ്ട്. പക്ഷെ എം ജെ അങ്കിൾ, ഈ വരവ് ഒരു വെറും വരവല്ല. കാരണം എം ജെ അങ്കിൾ പറഞ്ഞൊരു കാര്യം ഉണ്ണിയങ്കിൾ ആള് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ. എന്താണത്? എന്ത് ചെയ്യണം? എം ജെ അങ്കിളിന് എന്ത് കാണണം എന്ന ഒരു ആഗ്രഹം പറഞ്ഞു. പ്രസംഗം. യെസ്, അങ്ങനെ പ്രസംഗം റെഡിയാക്കിയിട്ട് നമ്മുടെ ദക്ഷ് കുട്ടനെത്തി. ലെറ്റ്സ് വെൽക്കം ദക്ഷ് ഓൺ സ്റ്റേജ്. ഹായ് മാം. ഹായ് സർ. ഹായ്ടാ. എന്താ എനിക്ക് ഹായ് ഇല്ലേ? ഹായ് ചേച്ചി. ഹായ്. വെൽക്കം ദക്ഷ് കുട്ട. എങ്കിൽ ചേച്ചി. ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ചേട്ടൻ വന്നിട്ടുണ്ടോ? ആ അതെ. മുന്നേ വന്നിട്ടുണ്ടോ ചേട്ടൻ? അത് ആദ്യമായിട്ടാണോ? ഫസ്റ്റ് ടൈം. ഓക്കെ. വീട്ടിലെ കുറെ പ്രാവശ്യം വരാൻ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ അപ്പത്തേക്ക് എന്റെ ഷൂട്ട് കഴിയാറുണ്ടായിരുന്നു. ഹലോ ചേട്ടൻ, സുഖമല്ലേ ചേട്ടൻ? ഒരു വീട്ടിൽ 4 പേരും കണ്ണട വെച്ചോ. ചേട്ടൻ അധികം സംസാരിക്കാത്ത ആളാണോ? പുറത്തിറങ്ങുമ്പോ അധികം സംസാരിക്കൂല. വീട്ടിനകത്ത് മൊത്തം സംസാരിച്ചോണ്ട്. അല്ല, വീട്ടിന്റെ അകത്ത് ഫോണില് ആണ് അധികം. ഫോണിലാണ് അധികം സംസാരിച്ചോണ്ടിരിക്കുന്നത്. ചാറ്റിംഗ് ആണ്. അല്ല, ഇൻസ്റ്റാ റീൽസ്. ഇൻസ്റ്റാ റീൽസ്. റീല് നമ്മള് റീല് നോക്കിക്കൊണ്ടിരിക്കില്ല മോനെ. അപ്പൊ ഒരു റീല് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എത്ര സെക്കൻഡ് കൊണ്ട് അറിയാൻ പറ്റും? 2 സെക്കൻഡ്. കണ്ടോ, അതാണ് പ്രസന്റ് സീനറിയോ എന്ന് പറയുന്നത്. 2 സെക്കൻഡാണ് ത്രഷോൾഡ്. ആ 2 സെക്കൻഡില് കൃത്യമായില്ലെങ്കിൽ അപ്പൊ മാറ്റും. ഇപ്പൊ എന്നെ പോലുള്ള മ്യൂസിക് കമ്പോസേഴ്സിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം 2 സെക്കൻഡിനൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുത്തണം, പാട്ട് ഇഷ്ടപ്പെടുത്തണം, ട്യൂൺ ഇഷ്ടപ്പെടുത്തണം. അങ്ങനെ പറയരുത്. മറ്റേ ഇതില് ചെയ്തില്ലേ, അതൊക്കെ കിടില ഹുക്ക് ആക്ച്വലി. അത് വെള്ളി നക്ഷത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പാട്ട് കേൾക്കാറുണ്ടോ ഒരുപാട്? ഏത് ടൈപ്പ് പാട്ടാണ് ഇഷ്ടം? മെലഡി. മെലഡി. അനിയൻ പാടിയ ഏത് പാട്ടാണ് ഇഷ്ടപ്പെട്ടത്? ഒന്ന് സഹായിക്കടാ, ഒന്ന് സഹായിക്കടാ, സ്വന്തം ചേട്ടനല്ലേ. അതെ, അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാത്തിങ്കൾ പൂത്താലി. അപ്പൊ റാത്തിങ്കൾ പൂത്താലിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്തായാലും മോൻ വന്നത് വളരെ സന്തോഷം. ദക്ഷന്റെ ചേട്ടൻസിനെ കണ്ടു. വിഘ്നേഷ്. വിഘ്നേഷ്, എടേ നീ ഒരു അധിക പ്രസംഗം നടക്കാൻ വന്നാ? അല്ല, ചെറിയ പ്രസംഗം. ചെറിയ പ്രസംഗം. ഇനി തീവണ്ടിയെ പറ്റി വല്ലതും അവിടെ പ്രസംഗിച്ച? അല്ല, തീവണ്ടി അല്ല. എന്താണ് സബ്ജക്ട്? ഓവർ തിങ്കിങ്. അതാണോ നല്ല സബ്ജക്ട്? അപ്പൊ എത്ര നേരമാണ്? അതും അറിയില്ല. മാക്സിമം ഒരു 1.5 മിനിറ്റ്. 1.5 മിനിറ്റ്. പക്ക. അതില് വല്ലതും കൂടിയിട്ടുണ്ടെങ്കിൽ പാടി കഴിഞ്ഞിട്ട് കാരണം ഇത്തിരി വോയിസ്. ഈ വേഴാമ്പൽ കേഴും വേനൽ കുളിരം പോലെ ഞാൻ ഇങ്ങനെ വേഴാമ്പലായിട്ട് ഇങ്ങനെ അങ്ങനെ കേഴുകയാണ് പ്രസംഗത്തിന് വേണ്ടിട്ട്. ഓക്കെ, എന്റെ സ്വപ്നത്തിന് താമരപ്പൊയ്കയിൽ റെട്രോ റൗണ്ട്. റെട്രോ റിവൈൻഡ്. വാട്ട് എ സോങ്. ദാസർ അഭിനയിച്ചിട്ടുള്ള പാട്ടും കൂടെ കണ്ടിരുന്നോ? ഇതിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ദാസാർ അതിനകത്ത് അഭിനയിക്കുന്നുണ്ടല്ലോ, അപ്പോ ചിത്രകാരനും ഉണ്ട് അല്ലെ? ഈ പാട്ട് കഴിയുമ്പോഴത്തേക്കും ചിത്രം വരച്ചു കഴിയുന്നു. അത് ഭരതൻ സാറാണ്, ഗ്രേറ്റ് ഡയറക്ടർ. അപ്പൊ അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? സിനിമ അച്ചാണി, വർഷം 1973, ലിറിക്സ് പി ഭാസ്കരൻ സർ, മ്യൂസിക് ജി ദേവരാജൻ മാസ്റ്റർ, പാടിയത് യേശുദാസ് സർ. ഓക്കെ, മിടുക്കൻ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. നന്നായി പാടണേ. ഓക്കെ മാം. എന്റെ
ഇനി മാറിയില്ലല്ലോ. എന്നിട്ട് നല്ല എന്ത് രസമായിട്ട് പാടുന്നത് നീ. താങ്ക് യു സർ. ആഹാ മക്കളെ, യെസ് സർ. നിന്റെ ടാലന്റിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സർ. ആ റിയൽ ടാലന്റാണ് അവൻ. ആ ഹമ്മിങ് അതാണ് ഹൈലൈറ്റ് നമ്പർ 1. താങ്ക് യു സർ. ഈ പനി കഴിഞ്ഞിട്ടും ഈ ശബ്ദം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറാതിരുന്നിട്ടും ആ ഹമ്മിങ് കറക്റ്റായിട്ട് അവിടെ എത്തിച്ചു എന്നുള്ളതാണ്. ഈ പാട്ട് പാടുമ്പോഴത്തേക്കും ആ ഹമ്മിങ് പാടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. പ്രത്യേകിച്ചും അത് ഒരൊറ്റ ശ്വാസത്തിൽ പാടണ്ടേ, യെസ് സർ. ഇല്ലേ? യെസ് സർ. അത് സൂപ്പറായിരുന്നേ. താങ്ക് യു സർ. വയ്യാതിരിക്കുകയാണ്, എന്നാൽ ആ പനീരേ സാധക അതൊന്നുകൂടെ പാടാം. ഒന്ന് പാടിക്കാമോ? താങ്ക് യു സർ. ദാറ്റ് ഈസ് വണ്ടർഫുൾ. താങ്ക് യു സർ. എനിക്ക് വലിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാൽ ദേവരായ മാസ്റ്ററുടെ നിന്ന് ഈ പാട്ട് നേരിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ മാസ്റ്ററുടെ ഒരു ഗാനമേളയ്ക്ക് ഇത് ഒരുവിധം പ്രശ്നമായിട്ട് ഈ പാട്ട് പാടാനായിട്ടുള്ള ഒരു ഭാഗ്യമാണോ നിർഭാഗ്യമാണോ, അതുകൊണ്ട് മാസ്റ്റർ ഒരുപാട് വഴക്ക് പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്നില്ല, എൻ്റെ കയ്യിൽ നിന്ന് പോയി. നല്ലോണം കിട്ടിയോ ചീത്ത? നന്നായിട്ട് കിട്ടി. നന്നായിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് മാഷിന് വേറെ അതിനകത്ത് കോംപ്രമൈസ് ഒന്നുമില്ല, ഇറങ്ങി പോകാൻ പറയും. അയ്യോ, സാമാന്യം മോശമല്ലാത്ത രീതിയിൽ പാടിയെന്ന് തോന്നുന്നു. മോശമല്ലാത്ത രീതിയിൽ പാടി തോന്നുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പാട്ട് കേൾക്കുമ്പോഴേക്കും എനിക്കൊരു ചെറിയ ടെൻഷനുണ്ട് ആ രീതിയിൽ. പക്ഷേ ദക്ഷകുട്ടൻ നന്നായിട്ട് അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. താങ്ക് യു സർ. ഫസ്റ്റ് പല്ലവി അത് നന്നായിരുന്നു. താങ്ക് യു സർ. ആദ്യം റിഹേഴ്സലൊക്കെ വന്നിറങ്ങിയ രൂപവതി എന്നുള്ള ആ ബേസിലുള്ള നോട്ട് വന്നിറങ്ങിയ രൂപ അത് കിട്ടുമെന്ന് പേടിച്ച് നമ്മൾ 3 പേര് പേടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അത് എല്ലാ ഇടങ്ങളിലും കൃത്യമായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. പിന്നെ ആ ശബ്ദത്തിൻ്റെ സ്വാതന്ത്ര്യം കുറഞ്ഞുകൊണ്ടാണ് ആ മേളിലുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് വരാത്തത്. അത് കുറച്ച് അവിടെ ആയിട്ട് കുറച്ച് സ്ക്രാച്ചും അതും ഇതൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് മസാലകളൊക്കെ നമ്മൾ അറിയാതെ നമ്മൾ വിചാരിച്ചാലും വരും. അത് അങ്ങനെയാണ് ഈ ശബ്ദത്തിൻ്റെ ഒരു പ്രക്രിയ. മനസ്സിലായില്ലേ? നമ്മൾ എത്രത്തോളം അത് പ്രശ്നമില്ലാതാക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം പ്രശ്നങ്ങൾ ചില സമയത്ത് വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിമാണ്, അല്ലേ? അപ്പം അത് സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി നീ എടുക്കുക, നമ്മളും എടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ അതിനകത്ത് കാര്യം. പക്ഷേ ഈ പാട്ട് നീ കൺസീവ് ചെയ്തിരിക്കുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. അത് ഈസി അല്ല, അതിനൊരു ഡിഗ്രി ഓഫ് മെച്യൂരിറ്റി ഉണ്ട്. ദാറ്റ് ഇസ് ഓൺ ദ ഡോട്ട്. താങ്ക് യു സർ. കേട്ടോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ദക്ഷ് ബേബി. യെസ് മാം. അവസാനം കൊണ്ടുപോയി പാർക്ക് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെന്താ സംഭവിച്ചോ? തീർന്നു, സമാധാനമായി, അങ്ങനെ ഒരു ഫീൽ വന്നോ? പാട്ട് കഴിഞ്ഞല്ലോ, ഇനി ബാക്കി വരാനുള്ളത് എന്തായാലും വരും. അപ്പൊ നിന്റെ നീരാട്ടു കണ്ടു നിന്നു. കുറച്ചൊന്ന് സസ്റ്റെയിൻ ചെയ്തൂടെ? വയ്യാത്തോണ്ടാണ് ശ്വാസം നിന്ന് പോയാലേ. ഇത് മറ്റേ ബസ്സിലെ ഇങ്ങനെ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക, അതിന് ഇടയിൽ കണ്ടക്ടർ ബെല്ലടിക്കുമ്പോഴേ ഒരൊറ്റ ബില്ല് ഒരു ബ്രേക്കായിരുന്നു അത്. ചിരിച്ചുപോയി ഞാൻ. സാറ് എന്നെ നോക്കി ചിരിക്കണു. രസമുണ്ടായിരുന്നു പൊന്നെ. ശബ്ദത്തിന്റെ സ്ട്രെയിൻ കൊണ്ടാണ്, ബാക്കിയൊക്കെ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ പോട്ടെ, നമുക്ക് ആവിയൊക്കെ പിടിച്ച് ശബ്ദമൊക്കെ സെറ്റായിട്ട് അടിപൊളിയാക്കാം. ഓക്കെ, നന്നായി പാടിയടാ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. നല്ല രസത്തില് എല്ലാ പാർട്സും പാടി. എസ്പെഷ്യലി ആ അകാരം പാടിയത് ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ആ ഹൈ പോകുന്ന പോർഷൻസ് ഇച്ചിരി സ്ട്രെയിൻ ആയിട്ട് തോന്നി. അത് അസുഖത്തിന്റെ കുഴപ്പമില്ല. നമുക്ക് അധികം പിന്നെ അതിലോട്ടേക്ക് കടക്കണ്ടാന്ന് തോന്നി ഇന്നൊരു ദിവസം. അങ്ങനെ പോട്ടെ. ഓക്കെ, നല്ലോണം റെസ്റ്റ് എടുക്ക്. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് സെറ്റായി കുറെ വെള്ളമൊക്കെ കുടിച്ച് മിടുക്കനായി വരണം. ഓക്കെ, എന്ത് നല്ലൊരു സൂപ്പൊക്കെ കുടിച്ച് അത്രേ ഉള്ളൂ പൊന്നെ, വേറെ ഒന്നുമില്ല. കാര്യമായിട്ട് നന്നായി പാടിട്ടോ. നന്നായി പാടി മോനെ, വളരെ മനോഹരമായി പാടി. അതായത് വോയിസിന് ഇത്രയും സ്ട്രെയിൻ ഉണ്ടായിട്ടും വോയിസിന് ഒരു ചേഞ്ച് പോലും ഉണ്ട്. ആ ടോണൊക്കെ വ്യത്യാസം ഉണ്ട് മോനെ. ഇന്ന് ചെറിയൊരു വോയിസായി, വളരെ ചെറിയ വോയിസായി. പക്ഷെ എന്നാലും വളരെ പെർഫെക്റ്റ് ആയിട്ട് മാനേജ് ചെയ്തു എല്ലാം. ആ ഫസ്റ്റ് പല്ലവി എസ്പെഷ്യലി കുട്ടൻ പറഞ്ഞു തന്നു, അത് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തു. രണ്ടാമത്
ശരിക്ക് ടേക്ക് പാടിയ സമയത്ത്. പിന്നെ എനിക്ക് തോന്നിയത് വർണ്ണസുന്ദരമാം ടോപ്പിലെടുക്കുന്ന സമയത്ത് മാത്രം അങ്ങോട്ട് എത്താൻ പറ്റാത്തതുകൊണ്ടുള്ള, പക്ഷെ എന്നിട്ടും അതും മാനേജ് ചെയ്തു. അതേമാതിരി തന്നെ സെക്കൻഡ് ചരണത്തിലും നിന്റെ നർത്തനം അതൊക്കെ മാനേജ് ചെയ്തു. ശരിക്ക് സ്ട്രെയിൻ ഉണ്ടായിട്ട് പോലും അത് മാനേജ് ചെയ്തു. ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം കുട്ടൻ പറഞ്ഞ മാതിരി തന്നെ അകാരം പാടിയത്. അകാരം പാടിയത് സാധാരണ എങ്ങനെ ചില സ്റ്റേജിലൊക്കെ പാടുമ്പോൾ എല്ലാവരും ബ്രേക്ക് ചെയ്ത് പാടും. പക്ഷെ ഇത്രയും സ്ട്രെയിൻ ഉണ്ടായിട്ടും അതെവിടെയും ബ്രേക്ക് ചെയ്യാതെ ഒറ്റ സ്ട്രെച്ചിൽ അത് പാടി അവസാനിച്ചു. അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ വയസ്സിൽ ഇങ്ങനെ സുഖമില്ലാത്ത സമയത്തും അത് ഭംഗിയായിട്ട് പാടി. അത് അപ്രീഷിയേറ്റ് ചെയ്യണം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. ദാസേട്ടൻ പാടി തകർത്ത് വെച്ചിട്ടുള്ള ഒരു പാട്ടാണ്, ദാസേട്ടൻ അഭിനയിച്ചിട്ടുള്ള പാട്ടാണ്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് കൺസീവ് ചെയ്ത് പാടിയിട്ടുണ്ട്. ഇതേ സിനിമയിൽ വേറെയും 1-2 പാട്ടുകളില്ലേ കുട്ടൻ? ഒന്ന് മല്ലികാ ബാണൻ തന്റെ അതായിലത്തെ അല്ലേ? പിന്നെ സമയമാം നദി പുറകെ. അതെ, നല്ല മനോഹരമായ പാട്ടുകളാണ് ഈ സിനിമയിലെല്ലാം. ജയറാം മാസ്റ്റർ എന്തായാലും ഈ പാട്ട് ഓർമ്മിപ്പിച്ചതിന് മോനൊരു ബിഗ് താങ്ക്സ്. ഇനിയാണ് നമ്മുടെ ദക്ഷക്കുട്ടന്റെ പ്രകടനം അല്ലേ? അതാണ് പനി വിടും മലർവനം. പനി വീഴും അല്ല വിടും പനി വീഴും. റെഡി. പ്രിയ ബഹുമാനപ്പെട്ട ജഡ്ജസ്, ഗ്രൂമേഴ്സ്, രാകേഷ് അങ്കിൾ, ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും തന്നുകൊണ്ടിരിക്കുന്ന ടോപ്പ് ബാൻഡ്, ഡിയർ പേരൻസ്, വെൽ വിഷേഴ്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഈസ് അബൌട്ട് ഓവർ തിങ്കിങ്. എന്താണ് ഓവർ തിങ്കിങ്? ഞാനിവിടെ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും കൂടി ചിന്തിച്ചു കൂട്ടിയ ചിന്തകളാണ് ഓവർ തിങ്കിങ്. ഇവിടെ കയറി എന്തു പറയുമെന്ന് ആലോചിച്ച് ഞാൻ ചിന്തിച്ചു കൂട്ടിയ ചിന്തകളാണ് ഓവർ തിങ്കിങ്. എന്നോടൊരു കോമഡി സ്പീച്ച് പറയണമെന്ന് പറഞ്ഞ നാൾ മുതൽ എൻ്റെ അമ്മ ചിന്തിച്ചു കൂട്ടിയ ചിന്തകളാണ് ഓവർ തിങ്കിങ്. സ്പീച്ചിനുള്ള വിഷയമൊന്നും കിട്ടാതെ ഓവർ തിങ്ക് ചെയ്ത് വട്ടായപ്പോൾ എനിക്ക് തോന്നി. എന്താണ് തോന്നിയത്? അപ്പോൾ എനിക്ക് തോന്നി ഈ വിഷയം തന്നെ എൻ്റെ സ്പീച്ചിലേക്ക് എടുക്കാമെന്ന്. കുട്ടികൾ പാട്ടുപാടാൻ ഫ്ലോറിൽ കയറാൻ തുടങ്ങുമ്പോൾ മുതൽ കാട് കയറി ചിന്തിച്ച് 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 ഉള്ള ടെൻഷനും പ്രഷറുമൊക്കെ അടിച്ചു കയറ്റുന്ന പാരൻസിനോടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒരു പാട്ടുപാടി തീരാൻ നേരം അതിൻ്റെ മാർക്കിനെ ഗ്രാൻഡ് ഫിനാലയുടെ മാർക്ക് പോലെ കണ്ട് കുട്ടികളെ വഴക്കു പറഞ്ഞ് അവരുടെ ആത്മവിശ്വാസത്തെ തല്ലിക്കെടുത്തുന്ന നിങ്ങളുടെ ഈ ചിന്താരീതികളെല്ലാം തന്നെ എതിർക്കപ്പെടുക തന്നെ ചെയ്യും. മോനെ, മോളെ, നന്നായിട്ട് പാടണേ എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ കുട്ടികളോട് പറയരുത്. കുട്ടികൾ പാട്ട് പഠിച്ചിട്ടുണ്ട്, അതവർ നന്നായിട്ട് തന്നെ പാടുകയും ചെയ്യും. ഡിയർ പാരൻസ്, നിങ്ങൾ അവിടെ ടെൻഷൻ അടിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ട് കുട്ടികൾക്കോ കുട്ടികളുടെ പാട്ടിനോ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ള കുട്ടികളോട് സ്വന്തം മക്കളെ താരതമ്യപ്പെടുത്തി എല്ലാ മക്കളെയും കുഴപ്പത്തിലാക്കുന്ന നിങ്ങളുടെ ഈ ചിന്താരീതികളിലും സ്വഭാവത്തിലും ഉടനെ തന്നെ ഒരു മാറ്റം വരുത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു ഷോർട്ട് പ്രസംഗം എങ്ങനെയുണ്ടായിരുന്നു? വിത്ത് എ കിടിലൻ മെസ്സേജ്. ദക്ഷകുട്ടാ സമ്മതിച്ചടാ. താങ്ക് യു സർ. അല്ല, അവന്റെ ടോപ്പിക് തന്നെ കണ്ടോ? ആ സെലക്ഷൻ ഓഫ് ടോപ്പിക് ഭാവി ഞാൻ കാണുന്നുണ്ട് പ്രസംഗത്തിൽ. അവൻ എല്ലാത്തിലും ഒരു ഭാവി ഉണ്ട്. ഈ പ്രസംഗം ശരിക്കും ഞാനും അമ്മയും കൂടി സീരിയസ് പ്രസംഗം നോക്കാറുള്ളൂ സാധാരണ. അപ്പോൾ ഈ ഒരു കോമഡി സ്പീച്ച് എഴുതി തന്നതിന് ഗ്രീൻസൺ ചേട്ടന് വളരെ നന്ദി. ഗ്രീൻസൺ ചേട്ടൻ എഴുതി തന്നെ പച്ചമോനാണ് എഴുതി തന്നെ. അതെ, പച്ചമോൻ. പുറത്തു പോയി പ്രസംഗിക്കാറുണ്ടോ? സ്കൂളിന്റെ പുറത്ത് അവിടെ മലയാളം മിഷന്റെ ഒക്കെ 2-3 പ്രസംഗ മത്സരത്തിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇനി മാർക്കിന് നമുക്ക് അധിക പ്രസംഗം ഉണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ സർ. ദക്ഷകുട്ടാ, യെസ് സർ. ഇത്രയും അവശനായ നിലയിലും അതിഗംഭീരമായി പാടിയ ദക്ഷകുട്ടനെ, അതിഗംഭീരമായി പ്രസംഗിച്ച, അതിഗംഭീരമായി പ്രസംഗം, അതിനേക്കാൾ നന്നായി പാട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചു താങ്കൾക്ക് ഒരു 98 out of 100 തരാം. താങ്ക് യു സർ. താങ്കളുടെ ബുദ്ധിമുട്ടുകളെല്ലാം വേഗം മാറട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഈ സമയത്ത് മാർക്ക് പറയുന്നതിന് മുന്നേ ഓവർ തിങ്ക് ചെയ്തോ? ഇല്ല, ചെയ്തില്ല. ഇനി വരുമ്പോ ഞാൻ പറയുന്നതിന്റെ അർത്ഥം കണ്ടുപിടിച്ചോണ്ട് വരണം.
ദക്ഷ ശിക്ഷണ ദക്ഷ തരസുര ലക്ഷണ വിധി വിലക്ഷണ ലക്ഷ്യ ലക്ഷണ ബഹു വിചക്ഷണ സുധാ ഭക്ഷണ ഗുരു കടാക്ഷ വീക്ഷണ. കേട്ടോ എല്ലാം മനസ്സിലായി. വേഗം പോയി കിടന്ന് ഉറങ്ങിക്കോന്നാണ് ഉദ്ദേശിച്ചത്. ബൈ ബൈ. ഉണ്ണിയങ്കിൾ ഓ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. പറയൂ. ഇവിടെ നമ്മുടെ ടോപ്പ് സിംഗറിൽ വന്നിട്ട് കൊറേ പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കും, ഒത്തിരി മിണ്ടും, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ട്രാവൽ ചെയ്ത് പോയില്ലേ, ആ. അപ്പൊ മനസ്സിൽ എന്താണ്? ഉറങ്ങണമെന്ന്. അതാണോ? ശരിക്കും അങ്ങനെയാണോ? അതെയോ ഭയങ്കര പാട്ട് കേട്ട് കഴിഞ്ഞ ഒരു ആഫ്റ്റർ എഫക്ട് ഞാൻ ചോദിക്കുന്നത്. അല്ല, ആ സമയത്ത് നമുക്ക് ഒന്ന് പോയിട്ട് റിലാക്സ് ചെയ്യണം തന്നെ. കണ്ടോ, ഉറങ്ങണം. അതാണ് പക്ഷെ ഞാൻ പറഞ്ഞത് തന്നെയാ. അല്ലല്ല, രാവിലെ റിവൈൻഡ് ചെയ്യും. അല്ല, ഉണ്ണി സാറ് ഡീസന്റ് ആയി പറഞ്ഞേ ഉള്ളൂ. അല്ല, ഞാൻ ശരിക്കും സത്യം പറയണം. രാവിലെ മുതൽ രാത്രി വരെ ഷൂട്ടിലിരിക്കുന്ന സമയത്ത് വി നാച്ചുറലി ഗെറ്റ് ടയർഡ്. ഈ ലൈറ്റ്സ് ഇങ്ങനെ മുഖത്തേക്ക് അടിക്കുന്ന സമയത്ത്. അപ്പൊ രാത്രി സമയം യു ഹാവ് ടു റിലാക്സ്. അല്ല, പിറ്റേ ദിവസം രാവിലെ അങ്ങനെ ഒരു ഫീൽ അല്ല, ഉണ്ടാവാറില്ല? പിറ്റേ ദിവസം രാവിലെ നമുക്ക് വളരെ ഫ്രഷ് ആയിരിക്കും. ആര് ചേച്ചിക്കും സെയിം അവസ്ഥ? ഞാൻ എളുപ്പകാലത്ത് പിള്ളേരൊക്കെ സ്വപ്നം കാണാറുണ്ട് ഇതേ പാട്ട് പാടുന്നത്. റിപ്പീറ്റ്. അതൊക്കെയല്ലേ സ്വപ്നത്തില്. MJ അങ്കിളിനോ? അല്ല, കഴിഞ്ഞ ദിവസം പൂജപ്പുരയില് അവിടെ ഒരു അന്നദാനം നടക്കുകയാണ്. അപ്പൊ അതിനിടയിൽ ഞാൻ അവിടെ ചെന്നിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ ചെങ്ങളൂർ ശിവക്ഷേത്രത്തിൽ, അപ്പോൾ അവിടെ കൈലാസ് ഹാളിൽ നടക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാള് കുറച്ച് വയസ്സായ ഒരാളാണ്, പൂജപ്പുരക്കാരനാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കാണാനില്ലല്ലോ ഇപ്പം. അപ്പം ഞാനിപ്പോൾ പൂജപ്പുരയല്ല താമസിക്കണേ, ഞാൻ വഴുതക്കാടാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ വഴുതക്കാടാണ് താമസിക്കുന്നത്. അതല്ല ചോദിക്കുന്നത്, ആ കുട്ടികളുടെ അടുത്ത് കാണാത്തത്. ഞാൻ പറഞ്ഞു, ഞാൻ ഇല്ലായിരുന്നു, 2 ആഴ്ച ഇല്ലായിരുന്നു, ഇനി വരും എന്ന് പറഞ്ഞു. ആ ശരി 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 എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് കാണുകയും അത്രത്തോളം ഒരു കുടുംബം പോലെ കാണുകയും ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ പാട്ടുകൾ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായെന്ന് പറഞ്ഞാൽ ഫിസിക്കലി ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരുപാട് സമയങ്ങളിലൂടെയാണ് നമ്മൾ ഷൂട്ട് നടത്തിയിട്ടുള്ളത്. പക്ഷേ ആ സമയങ്ങളിലൊക്കെ എൻ്റെ പെയിൻ, ചില സമയത്ത് ഭയങ്കര ടെറിബിൾ പെയിൻ വന്ന സമയത്ത് പോലും എനിക്ക് ഹീൽ ചെയ്തത് ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പാട്ടാണ്. അത്രയും നേരം ഞാൻ മറന്നു പോവാണ്. പിന്നെ രാത്രി ഹോട്ടലിൽ പോയിട്ട് എന്നെ അമ്മേ എന്ന് വിളിക്കുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം വരാനായിട്ട് ഭയങ്കര എനർജിയാണ്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കാണണം, അവരുടെ പാട്ട് കേൾക്കണം, അവർക്ക് നല്ല വഴി പറഞ്ഞു കൊടുക്കണം. അതാണ് പാട്ടിന്റെ പറവകളായിട്ട് പാറി നടക്കാനായിട്ട് അവരെ ആ കെൽപ്പുണ്ടാക്കണം. അതിനുവേണ്ടി നമ്മുടെ ശ്രമം വേണം. ആ ശ്രമമാണ്. പിന്നെ മീനൂട്ട ചില പെർഫോമൻസസ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. അത് ഈ സീസൺ ആയാലും മുന്നത്തെ സീസൺ ആയാലും ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ആ കുട്ടികളെ ഓർമ്മിക്കും. ഇങ്ങനെ ഇവർക്ക് ഇത് പാടാൻ പറ്റുന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ്. ഭയങ്കര ലെസൺസ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്കൊന്നു ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കാറുണ്ട്. അതെ, ഡെഫിനറ്റ്ലി. എനിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നത്, അതിപ്പോ ഉണ്ണിച്ചേട്ടനാണെങ്കിലും ആര്യാണെങ്കിലും ഞാനാണെങ്കിലും മധു ആണെങ്കിലും അല്ലെങ്കിൽ മീനുട്ടിയാണെങ്കിൽ നമ്മളെല്ലാം ഒന്നായിട്ട് നമ്മൾ ഒന്നിച്ചുകൂടി ഇത് ഇങ്ങനെ കൊണ്ടുപോകുന്ന അതിൻ്റെ ഒരു ബ്യൂട്ടി ഭയങ്കരമാണ്. ടോപ്പ് ബാൻഡ് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെപ്പറ്റി തന്നെ നമ്മൾ വലുതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ഇവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അത് വളരെ സന്തോഷമുള്ള കാര്യം. അതെ, അപ്പൊ അങ്ങനെ ഒരു മാജിക് ആണ് നമ്മൾ ഇനിയും കേൾക്കാൻ പോകുന്നത്. സൂപ്പർ സോങ്ങുമായിട്ട് ദുർഗ കുട്ടി എത്താണ്. ലെറ്റ്സ് വെൽക്കം ദുർഗ ഓൺ സ്റ്റേജ്. ഹലോ, നല്ല രസമുണ്ട് കേട്ടോ. ഇതാണോ ഫേവറേറ്റ് ഡ്രസ്? ഞാൻ കൂടുതലും പട്ടുപാവാടയും ബ്ലൗസും ഇടാറ്. ഞാൻ പണ്ട് എപ്പോഴും അങ്ങനെയായിരുന്നു. നന്നായിട്ടുണ്ടേ. ഇത് കളർ ഏതാണ്? മസ്റ്റർഡ് യെല്ലോ. മഞ്ഞ. മസ്റ്റർഡ് യെല്ലോ. യെസ്. ഇതല്ലേ മാമ്പഴ മഞ്ഞാന്ന് ഞങ്ങളുടെ ഇങ്ങനെ കുറെ കളർ ഉണ്ട്. നായ് ചോപ്പ്, പൂച്ച മഞ്ഞ, കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടില്ല. മാമ്പഴ മഞ്ഞ അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് പറയാൻ നല്ല രസമായതുകൊണ്ട് ഞാൻ ഓർത്തു വെച്ചിട്ടുണ്ട്. മക്കളെ, എന്തോ പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷം എന്താന്ന് വെച്ചാ ഇപ്പൊ എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും എന്റെ പാട്ട് ഇഷ്ടമാണല്ലോ. നേരത്തെ ഇഷ്ടമല്ലായിരുന്നോ? ഇഷ്ടമാ, ഇപ്പൊ കൂടുതൽ. ഇപ്പൊ കുറച്ചുകൂടെ ഇഷ്ടം കൂടുതൽ എന്റെ വീട്ടിൽ ഒരാൾക്കുണ്ട്. അതാണ് എന്റെ മറ്റേ അമ്മൂമ്മ, എന്റെ വലിയ അമ്മൂമ്മ. മറ്റേ അമ്മൂമ്മ അച്ഛനാ പേരിട്ടത്. മറ്റേ അമ്മൂമ്മന്നോ? അതെന്താ അങ്ങനെ? അപ്പൊ എത്ര അമ്മൂമ്മമാരുണ്ട്? 3. ഒന്ന് അമ്മയുടെ അമ്മ, ഒന്ന് അച്ഛന്റെ അമ്മ. പിന്നെ ഒരമ്മൂമ്മയുടെ പേരെങ്ങനെയാ? ഒരമ്മൂമ്മയുടെ പേര് ഉഷയമ്മൂമ്മ. അത് അച്ഛമ്മയോ? അച്ഛന്റെ അമ്മ. ഒരമ്മൂമ്മയുടെ പേര് ഗംഗയമ്മൂമ്മ. അത് അമ്മയുടെ അമ്മ. പിന്നെ ഒരമ്മൂമ്മയുടെ യഥാർത്ഥ പേര് ഭാർഗവി അമ്മ. അപ്പൊ മറ്റേ അമ്മൂമ്മയുടെ പ്രത്യേകത എന്താണ്? മറ്റേ അമ്മൂമ്മയോട് നമ്മൾ എന്തോ ചോദിച്ചാലും
അതിന്റെ എല്ലാ ആൻസർ പറയും. എന്റെ പാട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മറ്റേ അമ്മൂമ്മയ്ക്ക് അവിടെ. ഓ മറ്റേ വന്നതുകൂടി തന്നെ ഞാൻ മറ്റേ അമ്മൂമ്മ ഇപ്പം മറ്റേ അമ്മൂമ്മ എന്നാ വിളിക്കുന്നത്. മെറ്റേ അമ്മൂമ്മ. നമുക്ക് മെറ്റേ അമ്മൂമ്മയുടെ ഒരു വീഡിയോ ഉണ്ടല്ലോ. ഓക്കെ. ഓ വീഡിയോ ഉണ്ടോ? എന്ത് ശ്രദ്ധിച്ചിരുന്ന കാണുന്നില്ലേ? ആഹാ, അയ്യോ, കൊച്ചുമകളുടെ വീഡിയോ കാണുന്ന മെറ്റ അമ്മൂമ്മ. മറ്റേ അമ്മൂമ്മ. ഇപ്പൊ ഞാൻ മറ്റേ അമ്മൂമ്മ എന്നാ വിളിക്കുന്നത്. അപ്പൊ എന്ത് ചോദിച്ചാലും മറുപടി കിട്ടും. ഇപ്പൊ മെറ്റോട് നമ്മൾ എന്തോ ചോദിച്ചാലും മറ്റേ നമുക്ക് അതിന്റെ എല്ലാത്തിനും ആൻസർ തരും. അതേപോലെ തന്നെയാണ് മറ്റേ അമ്മൂമ്മ. മറ്റേ അമ്മയോട് നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും അതിന്റെ എല്ലാ ഉത്തരം മറ്റേ അമ്മൂമ്മ. ഫുൾ ഡീറ്റെയിൽസ്. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. സംഭവം ട്വിസ്റ്റ് ഉണ്ടോ ഇനിയും? അതെന്തുവാന്ന് വെച്ചാ നമ്മള് മറ്റേ അമ്മൂമ്മയോട് മറ്റേ പറ്റി ചോദിച്ചാ മറ്റേ അമ്മൂമ്മയ്ക്ക് ഒന്നും അറിയത്തില്ല. ഓ അതെന്താ ഒരു ടങ് ട്വിസ്റ്റർ. മറ്റേ അമ്മൂമ്മയോട് മെറ്റെ പറ്റി ചോദിച്ചാൽ മറ്റേ അമ്മൂമ്മയ്ക്ക് ഒന്നും അറിഞ്ഞൂടാ. മെറ്റയോട് മറ്റേ അമ്മൂമ്മയെ പറ്റി ചോദിച്ചാൽ മെറ്റയ്ക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അതറിയത്തില്ല. ചോദിച്ചു നോക്കാം. മെറ്റയ്ക്ക് പറയാൻ ചാൻസ് ഇല്ല. മതി, ഇനി നമുക്ക് മറ്റേ പാട്ട് പാടാം. പറയൂ, ഏത് പാട്ട് പാടേ? ഞാൻ ചെല്ലച്ചെറു വീട് തരാം. ഡീറ്റെയിൽസ്. മ്യൂസിക് MK അർജുനൻ സാറ്, ലിറിക്സ് ടിബു ചക്രവർത്തി സാർ, ഇയർ 1986, ഫിലിം ന്യായവിധി, പാടിയത് ചിത്രമ്മ. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
കുട്ടി എന്തോ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ മിടുക്കി, അടിപൊളിയായിട്ട് പാടി. താങ്ക് യു. എനിക്കൊന്നും പറയാനില്ല. നല്ല കോൺഫിഡൻസ് ലെവല്, നല്ല ഭാവം. എൻ്റെ അടുത്ത് ഉണ്ണി സാർ ഇങ്ങനെ പറയായിരുന്നു, എന്ത് രസമല്ലേ കേൾക്കാന്ന്. അല്ലേ ഉണ്ണി സാർ? ബ്യൂട്ടിഫുൾ, കൺസിസ്റ്റന്റ് അല്ലേ, താങ്ക് യു. കോൺഫിഡന്റ് ആയിട്ട് എല്ലാ ഏരിയാസും ക്ലീൻ ആയിരുന്നു. താങ്ക് യു സാർ. ഒന്ന് രണ്ട് സ്ഥലത്ത് ചെറുതായിട്ട് എനിക്ക് മിസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാമെന്ന്. അനുപല്ലവിയിലെ എന്നോട് എന്നുള്ള ആ സാധനമല്ലേ, അത് കറക്റ്റായിട്ട് വീഴാത്ത മാതിരി തോന്നി. പക്ഷെ അത് ചരണത്തിൽ വന്നപ്പോൾ ബ്യൂട്ടിഫുൾ ആയി പാടിയത് സെക്കൻഡ് ലൈൻ. താങ്ക് യു സാർ. അതർവൈസ് ഫ്രം ദ ബിഗിനിങ് ടു ലാസ്റ്റ് ക്ലീൻ ആയിട്ട് അങ്ങ് പോയി. ഒന്നുകൂടെ പാടുന്നു അത് അനുപല്ലവി? അനുപല്ലവി ആ ഫസ്റ്റ് ഒന്നുകൂടെ പാടി നോക്കാം നമുക്ക്. ഒന്നുകൂടി പാടാം നമ്മളെ. വാവാ. ഇന്നലെ രാവാകെ ചാരത്തു ചേർന്നിരുന്ന് എന്തെന്തു കാര്യങ്ങൾ എന്നോടു ചൊല്ലിയെന്നു. ആ സെക്കൻഡ്. ഇന്നലെ രാവാകെ ചാരത്തു ചേർന്നിരുന്ന് എന്തെന്തു കാര്യങ്ങൾ എന്നോടു ചൊല്ലിയെന്നു. ബ്യൂട്ടിഫുൾ. മണിമാറിൽ നഖമുനയാൽ, മണിമാറിൽ നഖമുനയാൽ അവനോരായിരം കഥ എഴുതി, അവനോരായിരം കഥ എഴുതി. ലാ 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 ലാ. ആഹാ, മിടുക്കി. Once again. Throughout the song, വോയിസിന്റെ പ്രസൻസ് ആണ് ശരിക്കും നമ്മള്. കറക്റ്റ് വേർഡാ യൂസ് ചെയ്തത്, വോയിസിന്റെ പ്രസൻസ്. താങ്ക് യു സാർ. ആൻഡ് ക്ലീൻ ആയിരുന്നു എല്ലാം. താങ്ക് യു. ബ്യൂട്ടിഫുൾ. താങ്ക് യു സാർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആകെ ഒരു കുഞ്ഞു സജഷൻ, ആ ഒരു ബേസ് ലൈൻസ് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ആകെ ഒരു സജഷൻ മൊത്തത്തിൽ തോന്നിയത്. ചെറിയ മോളല്ലേ, ചെറുതാണ്, മാത്രമല്ല അവളുടെ വോയിസ് ഹയർ നോട്ട്സിലേക്ക് എത്തുമ്പോൾ ഭയങ്കര പവർഫുള്ളും ആണ്. സോ ദാറ്റ്സ് യുവർ ഏരിയ. അവിടെയാണ് ദുർഗക്കുട്ടിയുടെ ആ ഒരു സ്ട്രോങ് ഹോൾഡ് വരുന്നത്, ആ ഹൈ പാടുന്ന സ്ഥലങ്ങളിലാണ്. പ്ലസ് യുവർ വോയിസ് ഇസ് ബ്യൂട്ടിഫുൾ. അത് മാത്രമല്ല സിന്ധു ഭൈരവിയുടെ ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയി ചെയ്തു മോളെ. താങ്ക് യു സാർ. പിന്നെ ലാസ്റ്റ് ഒരു ഗ്ലൂം വന്നു അല്ലേ നമുക്ക്, അപ്പോഴാണ് എനിക്ക് ചിരി വന്നത്. ഫിനിഷിംഗിൽ മാത്രം കണ്ണു കൊള്ളാതിരിക്കാൻ മാത്രം. ഗ്ലൂം കേട്ടപ്പോൾ അയ്യോ ഇഷ്ടപ്പെട്ടോ ഗ്ലൂം? അത് കണ്ണു വെക്കാതിരിക്കാനാ, ഗ്ലൂം എഫേർട്ട്ലെസ് സീസ് ആയിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നത്തെ പെർഫോമൻസ്. ഒരു അനാവശ്യ എഫേർട്ടോ അനാവശ്യമായിട്ടുള്ള ആനിമേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസോ ഒന്നുമില്ല നമ്മുടെ കുഞ്ഞു പാടുമ്പോഴത്തേക്കും. അത് ഗംഭീരമാണ് കേട്ടോ. താങ്ക് യു സാർ. ആ, ഉള്ളതുപോലെ ഏറ്റവും ബെസ്റ്റായിട്ട് അവതരിപ്പിക്കുക, അങ്ങനെയാണ് ഞാൻ അവതരിപ്പിക്കേണ്ടത് എന്നുള്ള വിചാരമുണ്ട് മോക്ക്. താങ്ക് യു സാർ. ആ, അത് ഗംഭീരമാണ്. ഓരോ നോട്ട്സിലും കൊടുക്കുന്ന ശ്രദ്ധ, സംഗതിയിൽ കൊടുക്കുന്ന ശ്രദ്ധ, ഇങ്ങനെയാണ് ആ ഫ്രേസ് വന്ന് നിൽക്കേണ്ടത്, ഇവിടെയാണ് ഞാൻ ബ്രത്ത് എടുക്കേണ്ടത്. പ്രത്യേകിച്ച് മേളിലുള്ള പോർഷൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. താങ്ക് യു സാർ. ഇപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞെന്ന് ഒരു എക്സ്റ്റൻഷനായിട്ട് പറയുകയാണെങ്കിൽ ബേസിൽ വരുമ്പോഴാണ് കുറച്ചൊരു സ്ട്രെയിൻ വരുന്നത്. ഇപ്പോൾ വോയിസിന് ചിലപ്പോൾ വേറെ എന്തെങ്കിലും സ്ട്രെയിൻ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമോ? ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് തൊണ്ട ഭയങ്കര ഡ്രൈ ആയി, ഇങ്ങനെ പരപരപരാന്നായി. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കണം, ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. അങ്ങനെ ഡ്രൈ ആയിട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് പാട്ട് കുറച്ച് നേരത്തേക്ക് ഒന്ന് നിർത്തണം. എന്നിട്ട് ഒരു ഇന്റർമിഷൻ എടുത്തിട്ട്, എല്ലാത്തിനും ഒരു ഇന്റർവെൽ വേണ്ടേ അല്ലേ? നമ്മളിങ്ങനെ പാടിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ സ്ട്രെയിൻ ആവില്ലേ? പാവമല്ലേ നമ്മുടെ വോക്കൽ കോഡ്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ? അത് വേണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പാട്ടിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പാട്ടിനെ പറ്റി പറയാം. ഷിബു ചേട്ടനാണല്ലോ ഇത് പാട്ട് എഴുതിയിരിക്കുന്നത്, ഷിബു ചക്രവർത്തി. നമുക്ക് എത്രയോ അതിമനോഹരങ്ങളായിട്ടുള്ള ഗാനങ്ങൾ തന്നിട്ടുള്ള ആളാണ് ഷിബു ചേട്ടൻ. ഇത് കമ്പോസ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും MK അർജുനൻ സാറാണ്. അപ്പോൾ അർജുനൻ സാർ എപ്പോഴും ലിറിക്കിനാണ് മ്യൂസിക് ചെയ്യുക എല്ലാ കാലങ്ങളിലും. ആദ്യമായിട്ടാണ് അർജുനൻ മാസ്റ്റർ ഒരു ഈണമിടുന്നത് ഒരു പാട്ടിന്. അപ്പോൾ ഷിബു ചേട്ടൻ പോയപ്പോഴത്തേക്കും ഷിബു ചേട്ടനോട് ചോദിച്ചു, കവിത എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കവിത എഴുതിയിട്ടില്ല, മാഷ് ഒരു ട്യൂൺ ഇടുകയാണെങ്കിൽ അതിന്, അപ്പോൾ അതിൻ്റെ സാഹിത്യത്തിൻ്റെ ആ മനോഹരമായ ഒരു വശം പോവില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഷിബു ചേട്ടൻ പറഞ്ഞു, അത് സാരമില്ല, നമുക്ക് എന്തായാലും മാഷൊരു ട്യൂൺ ഇടും, അതിന് ഞാൻ എഴുതാം, എന്നിട്ട് അത് ശരിയായിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഒരു പാട്ട് എഴുതാം, എന്നിട്ട് മാഷ് ഈണം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ MK അർജുനൻ മാസ്റ്റർ ആദ്യമായിട്ട് ഈണമിട്ടിട്ട് പാട്ടെഴുതിയ ഒരു പാട്ടാണ് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ആ ഈണം എത്ര ബ്യൂട്ടിഫുള്ളാണ് അല്ലേ? ആ ഈണത്തിൽ ഷിബു ചേട്ടൻ എഴുതിയിരിക്കുന്നത് എത്ര ബ്യൂട്ടിഫുള്ളാണ്, ഇത് ചിത്ര ചേച്ചി പാടിയിരിക്കുന്നത് എത്ര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ മലയാള സിനിമ ചരിത്രത്തിൽ ശരിക്കും MK അർജുനൻ സാറിനുള്ളൊരു സ്ഥാനമുണ്ട്.
ഒരു ഗുരുതുല്യനാണ് അദ്ദേഹം, ഒരു ലെജൻഡാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള ഒരു പാട്ടായിട്ട് ഇത് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ടിൻ്റെ സെലക്ഷൻ ബ്യൂട്ടിഫുൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ നിറഞ്ഞു പാടി, മനസ്സ് നിറഞ്ഞു, ഇനിയും നന്നായിട്ട് മുന്നോട്ട് വരാനായിട്ടുള്ള ഉരുപ്പിടി കയ്യിലുണ്ട്. പണ്ട് തിരുവനന്തപുരത്ത് പറയുന്ന കാര്യമാണ്, അവന് ഉരുപ്പിടി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ മാറ്റർ ഉണ്ട്, നമ്മള് കയ്യിൽ മരുന്നുണ്ട് എന്ന് പറയും. മരുന്ന് അത് തന്നെ, ഇവിടെ ഉരുപ്പിടിയാ, സ്റ്റഫ് ഉണ്ട്. അതൊന്ന് നന്നായിട്ട് രാഗി മിനുക്കിയാൽ മതി. പിന്നെ കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് അതിനിടയിൽ ആ ഗ്ലൂം വരാൻ കാരണം മനസ്സിന്റെ ഉള്ളിലുള്ള എന്തോ ഒരു ടെൻഷന്റെ എലിമെന്റ് അല്ലേ എന്ന് ഡ്രൈ ആണ്. ആ സംശയത്തിനെ എനിക്ക് ദൂരീകരിക്കാൻ സാധിക്കുന്നില്ല. ദുർഗക്കുട്ടിക്ക് ആക്ച്വലി ഒരു അര കട്ട കൂട്ടിയാലും പാടാൻ പറ്റില്ലേ? സുഖമായിട്ട് പാടാൻ പറ്റില്ലേ? ആക്ച്വലി ഒരു കട്ട കൂട്ടിയാലും കുഴപ്പമില്ല. ഒരു കട്ട കൂട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, നമുക്ക് അനുപല്ലവി പാടാൻ വേണ്ടിട്ട്. ചെല്ലച്ചെറു വീടു തരാം, പൊന്നൂഞ്ഞാലിട്ടു തരാം, പൊന്നോണപ്പൂ തുമ്പി നീ വായോ, ഞാനൊരു കഥ പറയാം, കാതിലൊരു കഥ പറയാം, പൊന്നോണപ്പൂ തുമ്പി നീ വായോ. ഇന്നലെ രാവാകെ ചാരത്തു ചേർന്നിരുന്ന് എന്തെന്തു കാര്യങ്ങൾ എന്നോടു ചൊല്ലിയെന്നു. ഇന്നലെ അടുത്ത പോർഷൻ മണിമാറിൽ നഖമുനയാൽ, മണിമാറിൽ നഖമുനയാൽ അവനോരായിരം കഥ എഴുതി, അവനോരായിരം കഥ എഴുതി. ഈസിയാണ്. അവിടെ ബേസിന്റെ പ്രശ്നം പോയി. പിന്നെ നമ്മളത് ആലോചിക്കണ്ടേ. യുവർ സ്ട്രോങ് ഹോൾഡ് ഇസ് യുവർ ഹയർ നോട്ട്സ്. ശരിയല്ലേ? ഇനിയുള്ള സോങ് സെലക്ഷൻസിലും ശ്രദ്ധിക്കാം. ബേസ് എലിമെന്റ് കൂടുതലില്ലാത്ത മേളിലോട്ടുള്ള പാട്ടുകൾ എടുത്താലാണ് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുക. ആർക്ക്? അത് ശ്രദ്ധിക്കണം. പിന്നെ ബേസ് എലിമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ശ്രുതി കുറച്ചൊന്ന് കൂട്ടാം. കാരണം മോൾക്ക് മേളിലോട്ട് എത്ര വേണമെങ്കിലും ആകാശം വരെ പോകും. പുട്ട് പോലെ പാടാം. പിച്ച് കുറച്ചത് എന്താന്ന് വെച്ചാ, ഗ്രൂമിങ്ങിന് പോയപ്പം ഇത് ഡി ഷാർപ്പിലായിരുന്നു ഞാൻ നേരത്തെ വരെ പാടിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഈ തൊണ്ട സ്ട്രെയിൻ ആയി, അപ്പൊ ഞാൻ പിച്ച് കുറച്ചത്. ഇന്ന് മാറ്റിയതാണോ? അപ്പൊ അല്ല, ഇന്നലെ മാറ്റി. പിച്ച് കുറച്ച് പിച്ച് തരും. നമ്മൾ ആക്ച്വലി പുറത്തുനിന്ന് പാടുമ്പോഴും നമ്മൾ സ്റ്റേജ് നിൽക്കുമ്പോൾ നമ്മുടെ ഡോപ്പമിൻ ലെവൽ ഭയങ്കര വ്യത്യാസമായിരിക്കും. സ്റ്റേജ് നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഉഷാറുണ്ടാവും. അത് തലവെച്ചാ മതി. ഓക്കെ ബേബി? ഓക്കെ. അപ്പൊ മാർക്കറിയാം നമുക്ക്. ദുർഗക്കുട്ടി എന്തോ ഭയങ്കര മാർക്സാ പറയട്ടെ. 98.5 out of 100. ദുർഗക്കുട്ടി ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. തൊണ്ടയുടെ പ്രശ്നമൊക്കെ വേഗം മാറട്ടെ കേട്ടോ. എന്തെങ്കിലും പറയണ്ടോ വേറെ സ്പെഷ്യൽ ആയിട്ട്? വേറെ സ്പെഷ്യൽ ആയിട്ട് ഇന്ന് എന്റെ പാട്ട് കേൾക്കാന് അപ്പൂപ്പനും ഒക്കെ വന്നിട്ടുണ്ട്. ആണോ? എന്നിട്ടാണോ പറയാൻ മറന്നുപോയത്? ആരൊക്കെയാ വന്നിരിക്കുന്നത്? അത് അപ്പൂപ്പൻ, ഇത് അപ്പൂപ്പൻ. അത് അപ്പൂപ്പനൊന്ന് കൈപൊക്കിക്ക. അതല്ലേ അപ്പൂപ്പൻ? ആ ഓക്കെ. അപ്പറുള്ളത് ഇത് ഉണ്ണിമാമൻ. ആ ഇത് മനുമാമൻ. ഓക്കെ. ഇഷ്ടപ്പെട്ടോ പാട്ട്? ഹാപ്പി അല്ലേ 3 പേരും? ഓക്കെ. അപ്പൊ ശരി കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ബൈ. ഓക്കെ, ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചെല്ലച്ചെറു വീടു തരാം, പൊന്നൂഞ്ഞാലിട്ടു തരാം, പൊന്നോണപ്പൂ തുമ്പി. ആര്യ ചേച്ചി, നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആണ് ദുർഗക്കുട്ടി. ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? വെൽക്കം ആര്യ ചേച്ചി. ദുർഗക്കുട്ടി, കൺഗ്രാറ്റുലേഷൻസ്. ദുർഗക്കുട്ടിക്ക് വിലീവായിട്ടിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. പല്ലൊക്കെ തേക്കണം. അതെ. യെസ്. താങ്ക് യു ആര്യ ചേച്ചി. താങ്ക് യു ദുർഗക്കുട്ടി. ആര്യ ചേച്ചി, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഗുഡ് ഹാബിറ്റ് പറയാൻ പോവാണ്. ബ്രഷ് ബിഫോർ ബെഡ്. യെസ്.
ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒരു സൂപ്പർ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. പ്രേക്ഷകർ കണ്ട പോലെ തന്നെ ഒത്തിരി നല്ല നല്ല പാട്ടുകള്, ഒരുപാട് പെർഫോമൻസുകള്, ഒത്തിരി കുട്ടി വിശേഷങ്ങള് ഒക്കെ കേട്ട് കഴിഞ്ഞു. ഇനി ബാക്കിയൊക്കെ നമുക്ക് നാളെ കേൾക്കാം അല്ലേ? അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.